ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു 30-35 വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ച ഒരു ചിക്കൻ കറിയാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് ദുബായിൽ ഡേരയിലുള്ള നജഫ് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഞാനത് കാരണം ഇടയ്ക്കിടയ്ക്ക് പോയി അത് ഞങ്ങൾ വീക്കെൻഡ്സിൽ കഴിക്കാറുണ്ടായിരുന്നു. പിന്നെ അത് എൻ്റെ റെസിപ്പിയൊക്കെ കിട്ടിയതിന് ശേഷം ഞാനത് എപ്പോഴും ഉണ്ടാക്കാറുണ്ടായിരുന്നു വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് ഞാനത് മറന്നുപോയി കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ. അതിന് ശേഷം ഒരു വർഷമൊക്കെ മുമ്പേ എൻ്റെ നെവ്യൂ ഇങ്ങനെ ഈ റെസിപ്പി രണ്ടാമതൊന്ന് കുക്ക് ചെയ്തിട്ട് കിട്ടി. അപ്പോൾ എനിക്കത് തിരിച്ച് റീകളക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. എന്നിട്ട് വേണ്ടത് ഒരു 1/2 kg ചിക്കൻ. അത് ചിക്കൻ ബ്രസ്റ്റ് ആവാം, അല്ലെങ്കിൽ നോർമൽ കട്ട് പീസസ് ആയിരിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് ആണ്. ജിഞ്ചർ ഗാർലിക് ചെറിയ പോർഷൻ മതി. അതൊന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ ഓഫ് സെറ്റ് കേർഡ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഒരു 6 ടീസ്പൂൺ ഓഫ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. അതിനുശേഷം ഇത് ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യുക. ഒരു 2 മണിക്കൂർ മാരിനേഷൻ മിനിമം വെക്കണം. അത് കൂടുതൽ വെച്ചാൽ അത്രയും നല്ലത്. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കുക്ക് ചെയ്ത വേർഷൻ ഞാനിപ്പോൾ കാണിച്ചു തരാം. കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാൻ പോവുകയാണ്. അതിനായിട്ടൊരു പാൻ റെഡിയാക്കുക. അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു 50 grams ഓഫ് ബട്ടർ വേണം 1/2 kg കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഈ കറി ഒരു 1 kgയുടെ അടുത്ത് ചിക്കൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ബട്ടറാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബട്ടർ ചൂടായിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് റൗണ്ട് കട്ട് ചെയ്ത് വെച്ച ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. ഇത്തിരി എരിവാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. ബട്ടറിൽ ഇങ്ങനെ ഗ്രീൻ ചില്ലി ഇങ്ങനെ കിടന്ന് മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ കുറച്ച് അധികം കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു മണം വരും. അപ്പോഴാണ് നമ്മൾ അടുത്ത സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് മൊരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. അത് കുറച്ചധികം വേണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 1 kgയുടെ പ്രപ്പോർഷൻ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്ര അധികം ഒഴിക്കേണ്ടി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇനി കുറച്ച് ഉപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് തുടങ്ങി. പിന്നെ നമുക്കിതിലേക്ക് ആ ചിക്കൻ്റെ കുക്ക് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നു. ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. എരിവ് ഇത്തിരി മുന്തി നിൽക്കണം. പ്ലസ് അതിൻ്റെ കൂടെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ചെറിയൊരു സ്വീറ്റ്നെസ്സും ഉണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് വറ്റിയിട്ട് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഈ കറിയുടെ കൂടെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ മലബാർ പെറോട്ടയാണ്. നല്ല മൊരിഞ്ഞ പെറോട്ടയുടെ കൂടെ ഇത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സൈഡിലൊരു ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. അതൊന്നായി കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. അപ്പം നോക്കിയേ, ബട്ടറൊക്കെ മേലയിൽ തെളിഞ്ഞ് നല്ല ആവശ്യത്തിനുള്ള തിക്നെസ്സുള്ള ഗ്രേവി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചൂടോടുകൂടെ ബസ്മതി റൈസിൻ്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അല്ല പൊറോട്ട, ചപ്പാത്തി, പൊട്ടപ്പർ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.